ഓക്കെ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും മലയാളത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓരോ ക്ലാസ്സിലും SSCRTയും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നോക്കാം, ശരിയായ പദം ഏതാണ്? തന്നിരിക്കുന്നതിൽ വൃഷ്ടി വൃഷ്ടിയൊക്കെ തന്നിട്ടുണ്ട്. അതിൽ ശരിയായ പദം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ വൃഷ്ടിയാണ്. ഓക്കെ, ഏതാണ്? വൃഷ്ടിയാണ്. ഏതാണ്? വൃഷ്ടി. എങ്ങനെയാണ് എഴുതുക? ഷാ എഴുതിയിട്ട് എസിന്റെ ഡായാണ് എന്നുള്ളത് ചിന്തിക്കണം കേട്ടോ. വൃഷ്ടിയാണ്. ശരിയായ പദം ഏതാണ്? വൃഷ്ടിയാണ്. അടുത്തത് സംവൃതം എന്ന പദത്തിന്റെ വിപരീതം. സംവൃതം എന്ന് പറഞ്ഞാൽ വിവൃതമാണ്. വിവൃതത്തിന്റെ മീനിങ് എന്താണ്? അതായത് തുറന്നത് എന്നാണ്. അപ്പൊ അടഞ്ഞതാണ് ഏത്? സംവൃതം. വിവൃതം എന്ന് പറഞ്ഞാൽ തുറന്നത് എന്നതാണ് മീനിങ്. ഓക്കെ, വിവൃതം. സംവൃതം എന്നതിന്റെ വിപരീതമാണ് വിവൃതം. താഴെ പറയുന്നതിൽ തെറ്റായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ്? തെറ്റായത് ഏതാണെന്നാ ചോദിച്ചത്. ലേഖകൻ ലേഖകയാണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇത് മുഴുവൻ പഠിച്ചു വെക്കണം. വിദ്വാൻ വിദുഷിയാണ്, പത്നി പതിയാണ്, മകൻ മകളാണ്. ഒഴിച്ചുകൂടാനാവാത്തത് ഒറ്റപ്പദം അത്യന്താപേക്ഷിതമാണ്. ഒഴിച്ചുകൂടാനാവാത്തത് അത്യന്താപേക്ഷിതം. ചേർത്തെഴുതുക. ആ അധികം ആൾ. ആൾ എന്നാണ് കേട്ടോ. ആൾ എന്നാണ്. അപ്പൊ ഇവിടെ എന്താ വരിക? അയാൾ. അപ്പൊ ആ നീട്ടുമ്പോഴും എന്ത് ചെയ്യണം? ആ ദീർഘം വരണം. ആ എന്നുള്ള അയാൾ. കണ്ടോ? ഓക്കെ, ഇവിടെ ആ അധികം ആൾ എന്ന് പറയണം. അപ്പൊ ആന്റെ അവിടെ ഒരിക്കലും നമ്മൾ എന്ത് പറയണ്ട? ദീർഘിപ്പിച്ചിട്ട് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ ആ എന്ന് മതി. പക്ഷെ ഇവിടെ ആ എന്നാണ്. അപ്പൊ ഇത് തെറ്റാണ്. കണ്ടോ? അവൾ. ഇവിടെ പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടും അയാൾ. ഓക്കെ, ഇവിടെ നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇവിടെ താഴെ പറയുന്നതിൽ അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതാണ്? അലിംഗ ബഹുവചനം അല്ലാത്തത് ആൺമക്കൾ എന്നാണ്. അലിംഗ ബഹുവചനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചത്. അതായത് ആൺമക്കൾ എന്ന് പറയുമ്പോൾ സല്ലിംഗ ബഹുവചനമാണ്. സല്ലിംഗം. ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ അത് സല്ലിംഗ ബഹുവചനമാണ്. ലിംഗഭേദം, ലിംഗം തിരിച്ചറിയാൻ സാധിച്ചാൽ അത് സല്ലിംഗ ബഹുവചനമാണ്. മനസ്സിലായി? അപ്പൊ ഇവിടെ അലിംഗ ബഹുവചനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. മക്കൾ, നമുക്ക് ആൺമക്കളുണ്ട് പെൺമക്കളുണ്ട് അല്ലെ? അവിടെ ലിംഗം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതെന്താണ്? അലിംഗ ബഹുവചനമാണ്. മനസ്സിലായി? ഇതൊക്കെ എന്താണ്? പണിക്കര് പൂജക ബഹുവചനമാണ് അല്ലെ? അപ്പൊ ഇവിടെ ആൺമക്കളാണ് ഏത്? ഏത്? അലിംഗ ബഹുവചനം അല്ലാത്ത. ആൺമക്കൾ എന്നുള്ളത് സല്ലിംഗമാണ് കേട്ടോ. ശരീരം എന്ന വാക്കിന്റെ ശരിയായ പര്യായ പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏതാണ്? ശരീരം. ഏത് വരും? ഏതാണ് ശരീരത്തിന്റെ? എല്ലാം എന്താണ് ഇവിടെ ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ആൻസറിൽ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ആൻസർ ഏതാണ്? എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കാം. ഇവിടെ ഗാത്രം ശരിയാണ്, മേനി ശരിയാണ്. ആൻസർ അവിടെ ചേഞ്ച് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇവിടെ ആൻസർ ഏതാണ്? എല്ലാം ശരി. ഗാത്രം ശരീരമാണ്, മേനി ശരീരമാണ്, കായം, വബുസ്, രൂപം, ആകൃതി ഇതൊക്കെ എന്താണ്? ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ്. ചക്രശ്വാസം വലിക്കുക എന്ന ശൈലിയുടെ അർത്ഥം. ചക്രശ്വാസം വലിക്കുക, അത്യധികം വിഷമിക്കുക. എന്താണ്? അത്യധികം വിഷമിക്കുക. പിരിച്ചെഴുതുക, അത്യന്തം. പിരിച്ചെഴുതിക്കേ. അധികം അന്ധമാണ് അത്യന്തം. അധികം അന്തം അത്യന്തം. ഇനി പ്രിയാമ്പിൾ, നമുക്കറിയാം ആമുഖമാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്നതാണ് അല്ലെ? പ്രിയാമ്പിൾ പറഞ്ഞാൽ എന്താണ്? ആമുഖം. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചല്ലോ, ജനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൺമക്കളാണ്. കാരണം ആൺമക്കൾ എന്ന് പറയുന്നത് സല്ലിംഗ ബഹുവചനമാണ്. അപ്പൊ ശരീരത്തിന്റെ പര്യായ പദങ്ങളാണ് ഗാത്രം, മേനി, കായം, വപുസ്, ആകൃതി, രൂപം. ഇതൊക്കെ എന്താണ്? നമ്മുടെ ശരീരത്തിനെ പറയുന്നതാണ്. ചക്രശ്വാസം വലിക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം വിഷമിക്കുക എന്നതാണ്. പിരിച്ചെഴുതുക, അത്യന്തത്തിന് പിരിച്ചെഴുതുമ്പോൾ അധികം അന്ധമാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ ആമുഖമാണ്.
ഇനി SCRT-യിലുള്ള പദപരിചയം നോക്കാം. നമുക്ക് ഞാൻ ടിക്ക് ചെയ്യുന്നത് നന്നായിട്ട് പഠിക്കാം. സർവ്വതും പറഞ്ഞാൽ നമുക്കറിയാം എല്ലാം എന്നറിയാം. പണിപെട്ട് എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ട്, ഇതൊക്കെ നമ്മൾ നോർമലായിട്ട് പറയുന്നതാണ്. നമുക്ക് നോർമലി ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പ്രകാശമാനം എന്ന് പറഞ്ഞാൽ പ്രകാശം നിറഞ്ഞ. അപരിചിതത്വം പറഞ്ഞാൽ പരിചയമില്ലാത്തതാണ്. വികൃതം പറഞ്ഞാൽ വിരൂപമാണ്. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. വികൃതം എന്ന് പറഞ്ഞാൽ വിരൂപമാണ്. വികൃതം വിരൂപം. സാന്ത്വനം സമാധാനപ്പെടുത്തൽ. അനുകരിക്കുക എന്ന് പറയുമ്പോൾ മറ്റൊന്നിനെ മാതൃകയാക്കുക. നെടുങ്കൻ, ഇതൊന്ന് നോക്കിക്കോണം. നെടുങ്കൻ എന്ന് പറഞ്ഞാൽ നീളമുള്ള. നെടുങ്ങനെ വെച്ചോളൂ എന്നൊക്കെ പറയില്ലേ, നീളമുള്ള. ഗൗനിച്ചില്ല, ശ്രദ്ധിച്ചില്ല, നിശ്ചലം, ചലിക്കാത്ത, ഈറനായ, നനഞ്ഞ. ഇതൊക്കെ അടുത്ത നോക്കിക്കേ, ആത്മകഥകളാണ് കേട്ടോ. എന്റെ കുട്ടിക്കാലം ആരുടെ ആത്മകഥയാണ്? എന്റെ കുട്ടിക്കാലം SCRT ആണ്. ശ്രദ്ധിക്കണം, ചാർലി ചാപ്ലിൻ്റെതാണ് കേട്ടോ. എന്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ്റെ ആത്മകഥയാണ്. ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെന്റിൻ്റെതാണ്. മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. എന്റെ കുട്ടിക്കാലം ചാർലി ചാപ്ലിൻ്റെതും ക്യാൻസർ വാർഡിലെ ചിരി ഇന്നസെന്റിൻ്റെതും മഞ്ജുതരം കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് അല്ലെ. എന്താണ്, ആരാ ഇത് പാടിയത്? ഇത് ആർക്കെങ്കിലും ഇതുവരെ അറിയാവുന്ന ഒരു ചോദ്യമായിരുന്നു എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. യേശുദാസാണ് ഇത് ആലപിച്ചത് കേട്ടോ. നമുക്കറിയാം ആലുവ സർവമത സമ്മേളനത്തിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇത് പറയുന്നത് അല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ് അല്ലേ. ശ്രീനാരായണ ഗുരുവിന്റെ ആലുവ സർവമത സമ്മേളനത്തിലാണ് ഈ വരികൾ പറയുന്നത്. അതിലവിടെ എഴുതി അദ്ദേഹം കോട്ടിങ് ചെയ്തു വെച്ച വാക്കുകളാണ് അല്ലേ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണ് ഇത് ആലപിച്ചത് യേശുദാസാണ് കേട്ടോ. ഈ നോക്കിക്കേ, ആ വരികളിലെ സത്ത പിന്നീട് ഗായകൻ ജീവിത ദർശനമാക്കി രാമൻ നമ്പ്യാത്ത് നിർമ്മിച്ച KS ആന്റണി സംവിധാനം ചെയ്ത കാൽപ്പാടുകൾക്ക് വേണ്ടി സംഗീതമൊരുക്കി യേശുദാസിനെ ആദ്യം പഠിച്ചത് MB ശ്രീനിവാസനാണ്. പിന്നീട് സംഭവിച്ചത് ഇന്ത്യൻ സംഗീതത്തിലെ തന്നെ പുതുയുഗ പിറവി. ഈ പ്രായത്തിലും പകരക്കാരില്ലാത്ത സംഗീതദാസനായിട്ട് പണത്തിരക്കിലാണ് യേശുദാസ്. ആദ്യ പാട്ടിന്റെ ഓർമ്മകളിൽ യേശുദാസ് നൽകിയ അഭിമുഖമാണിത്. അദ്ദേഹത്തിന് ഈ വരികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഈ കലാജീവിതത്തിൽ വളരെയധികം പ്രശസ്തി നേടിക്കൊടുത്ത ഒരു വരികളാണ് ശ്രീനാരായണ ഗുരുവിന്റെ വരികളാണ്. അത് ആലപിച്ചത് യേശുദാസാണ്. അടുത്തത് അറബനമുട്ട് നോക്കിയേ. ഉത്തര കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് അറബനമുട്ട്. നോർത്തിൽ കേട്ടോ. അറബന എന്ന വാദ്യോപകരണം കൈകൊണ്ട് മുട്ടിയാണ് കളിക്കുന്നത്. ചില അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി വീടുകളിലും പള്ളികളിലും അവതരിപ്പിച്ചിരുന്ന അറബനമുട്ട് ഇപ്പോൾ കലോത്സവ വേദികളിലെ മുഖ്യ ഇനമാണ്. ഉത്തര കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രചാരത്തിലുള്ള കലാരൂപം. അടുത്ത കൂടിയാട്ടം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യത്തെ ഭാരതീയ നൃത്തം. നമ്മുടെ യുനെസ്കോ അംഗീകരിച്ച കേരളത്തിലെ 2 നൃത്തരൂപങ്ങളാണ് ഏതൊക്കെയാണ്? ഒന്ന് കൂടിയാട്ടവും മുടിയേറ്റും കേട്ടോ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള കേരളത്തിലെ കലാരൂപങ്ങളാണ് കൂടിയാട്ടവും മുടിയേറ്റും. ഫസ്റ്റത്തെ അംഗീകരിച്ചത് കൂടിയാട്ടം, രണ്ടാമത് അംഗീകരിച്ചതാണ് മുടിയേറ്റ്. അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാട്ടത്തിനെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. അപ്പോൾ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. അഭിനയ കലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നുണ്ട്. കൂടിയാട്ടത്തിനെ അഭിനയത്തിന്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കുന്നു. കൂടിയാട്ടത്തിന്റെ ഇപ്പോഴുള്ള രൂപത്തിന് 800 വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഏറ്റവും പ്രാചീനമായ പ്രീവിയസ് ചോദ്യമാണ്. ഏറ്റവും പ്രാചീനമായ സംസ്കൃത രൂപമാണ് ഇത് കൂടിയാട്ടം. ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ തന്നെയുണ്ട്, പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിൽ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അംഗമാവുക. നിങ്ങളുടെ കമന്റുകൾ കാണുമ്പോൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ എന്ത് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ക്ലാസ് കിട്ടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ കമന്റുകളാണ്. അപ്പൊ തീർച്ചയായിട്ടും കമന്റുകൾ ഇടുക കേട്ടോ.